ചോദ്യം: മഹ്ശറയിൽ ഓരോ ഉമ്മത്തിനും വെള്ളം കുടിക്കാനായി ഓരോ റസൂലിനും ഹൗലുണ്ടോ? ഉത്തരം: അതെ. ഏറ്റവും മഹത്വമായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലാണ്. ചോദ്യം: സ്വർഗനിവാസികൾക്ക് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കെ എന്തിനാണവർ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും? ഉത്തരം: ആനന്ദം എന്ന നിലക്ക്. ചോദ്യം: ജിന്നുവർഗത്തിനും സ്വർഗപ്രവേശം ഉണ്ടോ? ഉത്തരം: അതെ. മനുഷ്യരെപ്പോലെ ജിന്നുവർഗത്തിനും സ്വർഗപ്രവേശവും സ്വർഗീയ ജീവിതവും നൽകപ്പെടുമെന്ന് നിരവധി പണ്ഡിതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ചോദ്യം: ജിന്നുവർഗത്തിന് നരകശിക്ഷയുണ്ടോ? ഉത്തരം: തീർച്ചയായും ഉണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതാണ്. ചോദ്യം: എത്ര സ്വർഗം ഉണ്ട്? ഉത്തരം: 7. ഫിർദൗസ്, മഅ്വ, ഖുൽദ്, നഈം, അദ്ൻ, സലാം, ജലാൽ. ചോദ്യം: പുരുഷന്മാർക്ക് സ്വർഗത്തിൽ ഹൂറുൽ ഈനുകൾ ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് സുമുഖന്മാരായ പുരുഷന്മാർ ഇല്ലാത്തതെന്തുകൊണ്ട്? ഉത്തരം: പുരുഷന്മാർക്ക് ഹൂറുൽ ഈനുകൾക്ക് പുറമെ ദുനിയാവിലെ സ്ത്രീകളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരുണ്ടായല്ലോ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാരെല്ലാം സുമുഖന്മാരാണ്. ആ രീതിയിലാക്കിക്കൊണ്ടാണ് സ്വർഗപ്രവേശം നൽകുക. ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷൻ വേണമെന്ന ചിന്ത സ്വർഗീയ സ്ത്രീകൾക്കുണ്ടാവില്ല. ചോദ്യം: സ്വർഗത്തിൽ പുരുഷന്മാർക്ക് തലയിൽ കിരീടം ഉണ്ടാവുമെന്ന് കേൾക്കുന്നു, സ്ത്രീകൾക്കോ? ഉത്തരം: പുരുഷന്മാർക്ക് കിരീടവും സ്ത്രീകൾക്ക് നീണ്ട സ്ഥാനവസ്ത്രവും ഉണ്ടാകും. ചോദ്യം: സ്വർഗത്തിൽ നിഴലുണ്ടോ? ളില്ലൻ ലലീല എന്ന് സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ളില്ല് എന്ന പദം സുഖവും സന്തോഷവും എന്ന ഉദ്ദേശത്തിലും ഉപയോഗിക്കാറുണ്ട്. അതാണിവിടെ ഉദ്ദേശം. ചോദ്യം: മഹ്ശറയിൽ ചിലർ വാഹനപ്പുറത്തായിരിക്കുമെന്ന് കേൾക്കുന്നു, ശരിയാണോ? ഉത്തരം: അതെ. മഹത്തുക്കൾ അങ്ങനെയായിരിക്കും. ചോദ്യം: സ്വർഗസ്ത്രീകൾക്ക് ഇണകളുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, എന്നാൽ ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമോ? ഉത്തരം: ഇല്ല. അതേസമയം സ്വർഗസ്ഥർക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമായി തോന്നിയാൽ ഉടൻ അള്ളാഹു കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് നൽകും. ചോദ്യം: സ്വർഗനിവാസികളുടെ ആദ്യത്തെ ഭക്ഷണം? ഉത്തരം: മത്സ്യമാംസത്തിലെ കരൾ. ചോദ്യം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ആപ്പിൾ തിന്നുകയും അതിൽ നിന്നുണ്ടായ ബീജത്തിൽ നിന്നാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചതെന്നും കേൾക്കുന്നു, ശരിയാണോ? ഉത്തരം: അതെ. ബീവി ഫാത്തിമക്ക് സ്വർഗീയ സുഗന്ധവും ഉണ്ടായിരുന്നു. ഇക്കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. ചോദ്യം: ഏതാണ് ബർസഖി ജീവിതം? ഉത്തരം: ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയ്ക്കുള്ള കാലമാണ് ബർസഖ്. ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിഞ്ഞ് രണ്ടും രണ്ടായി നിലകൊള്ളുന്ന കാലം. മരണത്തോടെ ഓരോരുത്തരും ബർസഖി ജീവിതത്തിലാണ്. ശരീരവുമായി ആത്മാവിന് ബന്ധമുണ്ട്. ചോദ്യം: സത്യവിശ്വാസിയുടെ ആത്മാവ് എങ്ങോട്ടാണ് മലക്കുകൾ കൊണ്ടുപോവുക? ഉത്തരം: സത്യവിശ്വാസി മരണപ്പെട്ടാൽ 7-ാം ആകാശത്തുള്ള ബൈളാ എന്ന പേരുള്ള വീട്ടിലേക്കാണ് അവൻ്റെ റൂഹിനെ മലക്കുകൾ കൊണ്ടുപോവുക. മരണപ്പെട്ട സത്യവിശ്വാസികളുടെ ആത്മാക്കൾ അവിടെയാണ് സംഗമിക്കുക. ചോദ്യം: പുതിയ ആത്മാവും പഴയ ആത്മാവും തമ്മിൽ കണ്ടുമുട്ടുമോ? ഉത്തരം: അതെ. കണ്ടുമുട്ടി സംസാരിക്കും. ചോദ്യം: ഒരു മയ്യത്തിന് തൻ്റെ ഖബറിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുക എപ്പോഴാണ്? ഉത്തരം: ദുനിയാവിലെ തൻ്റെ ഇഷ്ടക്കാർ തന്നെ സന്ദർശിക്കുമ്പോൾ. ചോദ്യം: അള്ളാഹുവിൻ്റെ മുൻവിധി ഖളാ ഖദർ 2 വിധത്തിലുണ്ടോ? ഉത്തരം: അതെ. 2 വിധത്തിലുണ്ട്. ചോദ്യം: 2 രീതിയിലുള്ള മുൻവിധിയെക്കുറിച്ച് ഒരു വിശദീകരണം തരാമോ? ഉത്തരം: 1. മുബ്റമ്, ഒരിക്കലും മാറ്റം വരാത്ത നിലയിലുള്ള വിധിയാണത്. 2. മുഅല്ലഖ്, അദ്ദേഹം ഹജ്ജ് ചെയ്താൽ 40 വയസ്സ് ജീവിക്കും, അല്ലെങ്കിൽ 30 വയസ്സ് എന്ന നിലയ്ക്ക് ബന്ധിക്കപ്പെട്ട വിധിയാണത്. ചോദ്യം: ഖദർ നിഷേധികൾ കാഫിറുകളാണോ? ഉത്തരം: അതെ. ഖദറിനെ നിഷേധിച്ചവൻ കാഫിറാകും. ചോദ്യം: ഖദരിയത്ത് എന്ന പ്രസ്ഥാനം കാഫിരീങ്ങളാണോ? ഉത്തരം: അല്ല, അവർ കടുത്ത മുബ്തദിഉകളാണ്. അള്ളാഹുവിൻ്റെ മുൻ അറിവും നിശ്ചയവുമെല്ലാം അംഗീകരിക്കുന്നവരാണ് ഖദരിയത്ത് വിഭാഗം. നന്മകൾ അള്ളാഹുവിങ്കിൽ നിന്നാണെന്നും ചീത്ത അള്ളാഹുവിങ്കിൽ നിന്നല്ലെന്നുമാണ് ഖദരിയത്തിൻ്റെ വിശ്വാസം. ഇത് ബിദ്അത്ത് വാദമാണ്. സർവ്വതും അള്ളാഹുവിങ്കിൽ നിന്നാണെന്നാണ് ശരിയായ വിശ്വാസം. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ചോദ്യം: വിശ്വാസകാര്യങ്ങളിൽ അനുകരണം തഖ്ലീദ് ഉണ്ടോ? ഉത്തരം: ഇല്ല. കർമ്മപരമായ കാര്യങ്ങളിലാണ് തഖ്ലീദ് ഉള്ളത്. വിശ്വാസകാര്യങ്ങളിൽ തഖ്ലീദ് സ്വീകാര്യമല്ല. അത്തരക്കാർ കുറ്റക്കാരാകും.
ചോദ്യം: വിശ്വാസകാര്യങ്ങളിൽ തഖ്ലീദ് ഇല്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാമാണെന്ന് പറയുന്നത്? ഉത്തരം: വിശ്വാസകാര്യങ്ങൾ, വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കൽ നിർബന്ധമാണ്. സ്വഹാബത്ത് മുതൽ അന്ത്യനാൾ വരെയുള്ള എല്ലാ തലമുറകൾക്കും ഇത് ഒരുപോലെ ബാധകമാണ്. തലമുറകൾക്ക് കൈമാറുകയെന്നതാണ് ഇതിൻ്റെ രീതി. ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ നാം തഖ്ലീദ് ചെയ്യുന്നില്ല. വിശ്വാസകാര്യങ്ങൾ മുഴുവനും സമഗ്രമായി രേഖപ്പെടുത്തിയ വ്യക്തികൾ എന്ന നിലയ്ക്കാണ് ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിനെയും ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹുവിനെയും നാം ഇമാമായി ഉയർത്തിക്കാണുന്നത്. അല്ലാതെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ തഖ്ലീദ് ചെയ്തതുപോലെ ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ നാം തഖ്ലീദ് ചെയ്യുന്നില്ല. ചോദ്യം: കർമ്മപരമായ കാര്യങ്ങളിൽ നാലിലൊരു മദ്ഹബ് അംഗീകരിക്കാത്തവൻ പുത്തൻവാദിയാണോ? ഉത്തരം: അതെ, അവൻ വിശ്വാസം പിഴച്ച പുത്തൻവാദിയാണ്.